എന്നോടാണോ? അപ്പൊ അതിനകത്ത് ധ്യാൻ ചേട്ടന്റെ ബോഡി വെച്ച് മാത്രം നോക്കാവുന്ന ഒരു ഫണ്ണും ഉണ്ട്. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. അതിനങ്ങനെ ഇപ്പം ധ്യാൻ ചേട്ടന്റെ ബോഡി അത്രയും വൈഡ് ആയതുകൊണ്ട് മാത്രം വകുക്കാവുന്ന ഒരു കോമഡി ഉണ്ട്. നിനക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കോമഡിയാണ്. അപ്പം ഇതുവരെയും യൂസ് ചെയ്യാത്ത ഒരു അറീന ധ്യാൻ ചേട്ടനിൽ ഇങ്ങനെ ആളുകൾ കണ്ടത് ബോഡി ഉള്ളതുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. ആക്ച്വലി നമ്മള് ഏറ്റവും എടുക്കാൻ കാരണം ഒരു ചാനലിൽ 6 മാസത്തിനപ്പുറം നീ നിൽക്കാറില്ല, ചാടി ചാടി നടക്കുന്നു. എന്തൊക്കെ ഉറച്ചു നിൽക്ക്. ധ്യാൻ ചേട്ടൻ ഇതുവരെ അങ്ങനെ ആരും ഉപയോഗിക്കാത്ത ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇപ്പൊ ശരീരമായാലും അല്ലെങ്കിൽ വില്ലനീസ് ആയാലും ശരി. ഇത് യൂസ് ചെയ്യുന്നതിന് അപ്പുറത്തെ ആൾക്ക് സ്റ്റഫ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അപ്പുറത്തെ ആളുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ എങ്ങനെ ഉപയോഗിക്കണം കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അത് വെച്ചിട്ട് ഇനിയുള്ള സെലക്ഷൻസിന് എന്തെങ്കിലും ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ടാവോ? ഞാൻ എന്നോട് ഇതൊക്കെ പറഞ്ഞല്ലേ കഴിഞ്ഞ നീ ഇങ്ങനെ അവനെ പോലെ ചോദിക്കും. അവനെ ഞാൻ വല്ലപ്പോഴും കാണുന്നതായിരിക്കും, നിന്നെ ഞാൻ അടുക്കള കാണുന്നതല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്നോട് ഞാൻ പറഞ്ഞ കാര്യം മൂവി കൊണ്ടുള്ള സമയത്ത് എനിക്ക് എത്ര പൈസ കിട്ടി? എനിക്ക് അവിടുന്ന് കുറച്ച് കൂടുതൽ പൈസ കിട്ടിയപ്പോ നീ ഇപ്പുറത്തോട്ട് ചാടി. അതുകൊണ്ട് ഞാൻ നമ്മളൊക്കെ ഒരേ ഇതില് വിഷ്ണു വേണോ ഇതിനൊത്തരം? ചിത്രം പടത്തില്ലേ വിഷ്ണു വേണോ? വിഷ്ണു ഇത് വേറെ വേൾഡിലെ ഞങ്ങളുടെ വേൾഡിലെ കുറച്ച് കഥകളാണ്. ആര് നീ? ഒരു മാസം മുന്നെയാണ് നീ നമ്മള് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഞാൻ നിന്നോട് ചോദിച്ചു നീ എത്ര ദിവസം. ഞാൻ ഇനി ഇവിടെയാണ് നനഞ്ഞാണ് നീ ഏഷ്യാനെറ്റില്. വിഷ്ണു അത് നിർത്തും. ഇപ്പോ നമ്മളൊരു സോങ്ങിൽ ഉപയോഗിക്കുന്ന എലമെന്റ്സ് ഉണ്ടല്ലോ, ഇപ്പൊ ഫേമസ് ആയ കാതലയില് ഒരു സീ വാട്ടർ അനിമലിനെ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പൊ പ്രേമക്കത്ത് പാട്ടിനകത്ത് ഒരു ആടിന്റെ കരച്ചിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു എലമെന്റ് ആയിട്ട്. സോ ഇപ്പൊ വളയിലായപ്പോൾ അങ്ങനത്തെ സൗണ്ടുകൾ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ ഇത് ഇതിനു വേണ്ടി മാത്രം ഒരു സൗണ്ട് സ്കേപ്പിന് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ടൈം, അങ്ങനെ ആറുകളേറെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സൗണ്ട് എലമെന്റ്സ് ഇൻവൈവ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ടൈം അങ്ങനെ ഡിവോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്യാറില്ല. ഞാനത് ആ സൗണ്ട് എലമെന്റ് മ്യൂസിക്കിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വേർഡ് ക്രിയേഷൻ ആണ്. അത് ഇപ്പൊ വള കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വളയ്ക്കകത്ത് വള വിസ്പർ ചെയ്യുന്ന പോലത്തെ ഒരു സൗണ്ട് ഒരു ഫീമെയിൽ വോയിസിനെ കൂടി വിസ്പർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വള എവിടെയൊക്കെ നമ്മൾ കാണിക്കുന്നു, സോ ആ വള കാണുന്ന ആളെ അട്രാക്ട് ചെയ്യുന്ന ഒരു മിസ്റ്റിക് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനം ജോലി ചെയ്തിരിക്കുന്നത്. അങ്ങനെ എനിക്ക് പല പടങ്ങളിൽ, അങ്ങനെ ആവശ്യമുള്ള പടങ്ങളിൽ അങ്ങനെ അതൊരു സൗണ്ട് സ്കേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു മ്യൂസിക്കൽ സ്പേസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്, എസ്പെഷ്യലി നമ്മുടെ സിനിമകളിൽ. അപ്പോൾ സൈലൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഞാനത് ഉപയോഗിച്ച് നോക്കാറുണ്ട്. ഇറ്റ്സ് വെരി എഫക്റ്റീവ്. അതിന് കൂടുതൽ മ്യൂസിക്കിൻ്റെ ആവശ്യം വരാറില്ല അത് ചെയ്യുമ്പോൾ. ആലപ്പുഴ ചിങ്കാനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബോക്സറിന്റെ ട്രെയിനറായിട്ട് അത്യാവശ്യം നല്ല മസിലൊക്കെ വെരിപ്പിച്ച് ആ ഒരു ക്യാരക്ടർ നമ്മൾ കണ്ടാണ്. അതേപോലെ തന്നെ വളയിലേക്ക് വരുമ്പോഴും ഒരു ലുക്ക് ചെയ്ത ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിട്ട് സെക്കൻഡ് ഹാഫ് ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ ആ ഫൈറ്റ് കാണുന്ന സമയത്ത് അറിയാതെ കൈയടിച്ചു പോയി. അപ്പൊ ആ ഒരു ബോഡി ഞങ്ങൾ പറയുന്ന ആശാനാണ്, പക്ഷെ ഡിസ്റ്റൻസ് ഉണ്ട്, ഞങ്ങളൊരു 10-15 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഞാനും കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് കറക്റ്റ് ആണ്. അല്ല, അത് പറയാതിരിക്കാൻ വേറെ പ്രശ്നം, കൈയടി കൊടുക്കും, ഒന്ന് കൈയടിക്കലാരും. അപ്പൊ അതിന്റെ ഇപ്പൊ നമ്മൾ അടുത്ത സുഹൃത്ത് ലുക്ക് 1.5 വർഷമൊക്കെ പിടിച്ചിട്ടാണ് ചിലപ്പോൾ ട്രെയിൻ ചെയ്തിട്ടാണ് ചിലപ്പോൾ ക്യാരക്ടർ ചെയ്യാൻ. അപ്പൊ എങ്ങനെ പെട്ടെന്നാണ് ബാക്ക് ടു ബാക്ക് സിനിമകളും ലുക്കിന് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. ഞാൻ സിനിമയുടെ അത്യാവശ്യം സമയം ഉണ്ടാവാറുണ്ട് അടുത്ത സിനിമ വരാൻ. പക്ഷെ ഇത് യാദൃശികമായിട്ട് ഡേറ്റ് ഒക്കെ വാങ്ങുന്നതുകൊണ്ട് പ്രശ്നമായപ്പോൾ നമ്മൾ ഷൂട്ടിന്റെ ഇടയിൽ തന്നെ ഈ സിനിമയ്ക്ക് വരേണ്ടി വരും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി വളരെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ടെൻഷൻ മുഹാഷിനുണ്ടായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത്. ആ ലുക്ക് പറ്റില്ല, ആ ലുക്കിലും ഫേസൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്യാരക്ടറിനത് ലുക്ക് എന്നും രാവിലെ മുഹാഷിനിക്ക് മെസ്സേജ് ലുക്ക് എന്തൊക്കെ കഴിച്ച് അവിടെ കുറച്ച് പഴം പുഴുങ്ങിയത് കുറച്ച് കൂടുതൽ കഴിക്കുക.
ഞാൻ ഇൻസ്റ്റയില് ഷിഫാസിന്റെ കയ്യെ കൂടിന്റെ മറ്റേ ആലപ്പുഴ ചിങ്കാന ടൈമില് എന്റെ വിരലിന്റെ എല്ല് ഈ വിരല് പൊട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായി. അതല്ല, അതൊന്നും അല്ല ഇതിന്റെ സിനിമ ഈ ക്യാരക്ടർ ആവാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് ഡയറക്ടർ തരുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് നമ്മളിങ്ങനെ അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യാം അങ്ങനൊന്നും ആലോചിക്കേണ്ട ഒരു ജോലി അല്ല തോന്നുന്നുണ്ട് എനിക്ക്. ഹലോ ധ്യാൻ ചേട്ടാ ഒരു ചോദ്യം ഞാൻ ചേട്ടോ